ഓണത്തിന് മലയാളക്കരയിലെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുങ്ങാൻ വേണ്ടി തയ്യാറായ ഗുണ്ടൽപേട്ടിലെ തൊഴിലാളികളുടെ അവരുടെ ഓണത്തെക്കുറിച്ച് തൊഴിലാളികളും പൂപ്പാടങ്ങളും കാണാം. ഗുണ്ടൽപേട്ടിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ വർണ്ണശബളമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഗുണ്ടൽപേട്ട്. മലയാളിക്ക് ഓണപ്പൂക്കളം ഒരുക്കാൻ ഗുണ്ടൽപേട്ട് ആദ്യം ഒരുങ്ങണം. ചിങ്ങമാസം മഴ മാറി വെയിലുദിച്ച് കള്ളക്കർക്കിടകത്തിൻ്റെ ദുരിതങ്ങളെല്ലാം മാറി തെളിഞ്ഞ ആകാശവും പൂക്കളും പച്ചപ്പും നിറഞ്ഞ പ്രകൃതിയുമാണ് കേരളീയർക്ക്. ഓണക്കാലമെന്ന് മലയാളി ഓമനപ്പേരിട്ട് വിളിക്കുമെങ്കിലും തമിഴ്നാട്ടിലും കർണാടകത്തിനും ഇത് ഓണക്കാലം തന്നെയാണ്. ഗൂഡല്ലൂരിലേക്കും ഗുണ്ടൽപേട്ടിലേക്കും തോവാളയിലേക്കുമെല്ലാം ചിങ്ങമാസപ്പിറവിയോടെ മലയാളി പോകാൻ തുടങ്ങും. അവിടെ മലയാളിയെ കാത്തിരിക്കുന്നത് വർണ്ണപ്പകിട്ടാർന്ന താഴ്വാരങ്ങളാണ്. മലയാളിക്ക് വീട്ടുമുറ്റത്ത് ഓണപ്പൂക്കളമൊരുക്കാൻ ആദ്യം ഗുണ്ടൽപേട്ട് എന്ന നാടാകെ പൂന്തോട്ടമാകും. കേരളത്തിലിവിടെ 300 മുതൽ 400 രൂപ വരെ കിലോയ്ക്ക് പൂക്കൾ കിട്ടുമ്പോൾ ഗുണ്ടൽപേട്ടിലെ ഓരോ കർഷകനും 8 രൂപ മാത്രമാവും ലഭിക്കുക. ಯಾರಿಗೆ ಲಾಭ ಕಚಡಕರ ಲಾಭ, ಕೃಷಿಕಾರಕ್ಕೆ ಲಾಭ ಇಲ್ಲ. ನಮ್ಮ ಕಡೆ 8 ರೂಪಾಯಿ ಕೊಡ್ಕ ಕಿಲೋಕ್ಕೆ. ಕಷ್ಟಪಟ್ಟು ಕೃಷಿಕಾರಕ್ಕೆ ಪಣಿ ಎಡ್ಕನ ಆಗ ಪೈಸೆ ஒரு ரூபாய் கூட்டுவில்லை. ஒரு கச்சடக்காரருக்கு நல்ல பைசா கிட்டு. நம்ம டைம்லேயே അവിടെ ನಾಲ್ಕು ಒರೆ ಸೀಸನ್ಲಿ ಕೊಂಡೋಯಲ್ಲಿ ಕೋഴിಕೋಡ್ಲಿ 100 ರೂಪಾಯಿ ಕಿಲೋ. നമുക്ക് ഇവിടെ 20 രൂപ കൊടുത്തു മതി അಷ್ಟേ. സ്വന്തം ഭൂമിയിൽ മറ്റാരെയും ആശ്രയിക്കാതെ കൃഷി ചെയ്യുന്നവർക്ക് ലാഭം കൊയ്യാം. ಎಲ್ಲ ಚಿಕ್ಕ ಮಕ್ಕಳಿಂದ ಅದು ಜಾಸ್ತಿ ഉണ്ട്. ಬೆಂಗಳೂರಿನ വാങ്ങി വരുന്നത് ಜಾಸ್ತಿ ഉണ്ട്. അವು അവിടെ വില കൂടുതലുണ്ട്. ഇവിടുത്തത് കുറച്ച് കമ്മിയുണ്ട് വില. വാങ്ങുമോ വന്ന് വാങ്ങുമോ 2 കിലോ 1 കിലോ അങ്ങനെ വാങ്ങുമോ. മലയാളി ആളൂർ ഇപ്പൊ തുടങ്ങി ഓണം വിശേഷം തുടങ്ങുന്നത്. കുടുംബസമേതം മലയാളികൾ ഗുണ്ടൽപേട്ട് യാത്ര ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവാക്കിയിരിക്കുകയാണ്. അത്രയ്ക്ക് ഭംഗിയാണ് ചുറ്റും മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കൾ നിറഞ്ഞ താഴ്വാരങ്ങൾ കാണാൻ. നല്ല ഭംഗിയുണ്ട്, സൂപ്പറാണ്. നമ്മൾ അമ്പലത്തിലും പോയി. വില കുറവുണ്ട്, നാട്ടിലേക്കാട്ടും വില കുറവുണ്ട്. നമ്മൾ രാവിലെ വന്ന് അമ്പലത്തിലെല്ലാം പോയി. ഇപ്പോൾ ഇവിടെ വന്ന് ചീട നമ്മൾ കുറേ ഇടയ്ക്ക് കയറി നോക്കും. അവിടെ നിന്ന് പോയിരുന്നെന്ന് പറഞ്ഞ് ചീട അന്നേരം പറഞ്ഞ് ഫോട്ടോ എടുത്തോ പൂവും തരുന്നത്. നമ്മളിവിടെ വന്നാൽ മൊത്തം ഇവിടെ പൂപ്പാടാണ്. നമ്മളിവിടെ ഗുണ്ടൽപേട്ട എന്നൊരു സ്ഥലം ഇതിന് പ്രധാനപ്പെട്ടതാണ്. നല്ല വില നാട്ടിലേക്ക് എൻ്റെ 3 ഇരട്ടിയുണ്ട്. കുഞ്ഞുങ്ങളും മുതിർന്നവരുമെല്ലാം ഈ യാത്ര ഒരുപോലെ ആസ്വദിക്കും. ഓണമെടുത്താൽ വില കുറച്ച് പൂക്കൾ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന ലാഭം കൂടിയുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെ കൂട്ടിയിട്ടൊരു ടൂറായിട്ട് വന്ന അടിപൊളിയായിട്ടുണ്ട്. പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഓണാശംസകൾ. നല്ല രസമുണ്ട് പൂക്കൾ. ഞാൻ കുറേ പൂക്കൾ കണ്ടു. രസമുണ്ടോ പൂക്കൾ? നല്ല രസമുണ്ട്. ഏതൊക്കെ പൂക്കളാണ്? ഞാൻ സൺഫ്ലവർ കണ്ടു, ഓറഞ്ച്, യെല്ലോ, പിന്നെ അങ്ങൊരു ഗ്രീനും കാണുന്നുണ്ട്, പിന്നെ ഒരു പെർപ്പിളും. നമ്മൾ കുറേ പൂക്കളുണ്ട്. നമ്മൾ കുറേ പൂക്കളുണ്ട്. ഓരോ കർഷകനും ഈ മാസങ്ങളിൽ തൈ നട്ട് പൂക്കൾ വിരിച്ച് പറിച്ചെടുക്കും വരെ നല്ല അധ്വാനവുമുണ്ട്. മെയ് 15 കഴിഞ്ഞ അത് നാട്ടിയിടുന്നത്. അത് കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞാൽ നാട്ടി ചെയ്യും. 1 ഏക്കറിന് ഒരു പാക്കറ്റ് ഇട്ട് 1 ഏക്കറാവും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വളമിടും. ചെടി ഉണ്ടായത് കുറച്ച് വളരുമ്പോൾ തന്നെ ഞങ്ങൾ വളമിടാൻ തുടങ്ങും. വളം ഇട്ടിട്ട് മണ്ണ് ചേർക്കും. അത് കഴിഞ്ഞിട്ട് മരുന്നടിക്കും. ചെട്ടിയും ജമന്തിയും വാടാമല്ലികളും മാത്രമല്ല, സ്വർണ്ണവർണ്ണമാർന്ന സൂര്യകാന്തി പൂക്കളും ഗുണ്ടൽപേട്ടിലെ കാറ്റിൽ ഇളകി നിൽക്കുന്നത് ഹൃദയസ്പർശിയായ കാഴ്ചയാണ്. പൂക്കളെ ആസ്വദിക്കുകയും പൂക്കൾ കൊണ്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുടെ നാട്, അതാണ് ഗുണ്ടൽപേട്ട്. കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ജമന്തികളും വാടാമല്ലിപ്പൂക്കളും മാത്രമല്ല, സൂര്യകാന്തി എണ്ണയുടെ ഉൽപാദനം ലക്ഷ്യമിട്ട് സൂര്യകാന്തി തോട്ടങ്ങളും ഇവിടെ ഇപ്പോൾ സജീവമാണ്. സൂര്യകാന്തി പൂക്കൾ കാണാൻ ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി തോട്ടത്തിൽ നിന്നും പി വി ജോഷില.